guys, welcome to Kitty Chat. With me today is Lechu and Abu. Hello guys, നമ്മളിപ്പോൾ ഫെദർഡേൽ നാഷണൽ പാർക്കിലാണ്. ഇവിടെ ഓസ്ട്രേലിയയിലെ സ്ഥലത്തുള്ള മാത്രം ആനിമൽസ് ആണ് ഉള്ളത്. നമ്മൾ ഫസ്റ്റ് വാളബീസിനെ കണ്ടപ്പോൾ നല്ല പേടിയായിരുന്നു, പിന്നെ നല്ല എക്സൈറ്റഡും ആയിരുന്നു, മൾട്ടി ഫീലിംഗ് ആണ്. പക്ഷേ നമ്മൾക്ക് ക്യൂട്ടായിരുന്നു. ഈ പാർക്ക് 1972 അന്ന്. അപ്പോൾ ഇത് ഓസ്ട്രേലിയ വൺ ഓഫ് ദ ഓൾഡ് പാർക്സ് ആണ്. വളബീസിന് ഫ്രഷ് വാട്ടർ കിട്ടിയില്ലെങ്കിൽ സർവൈവ് ചെയ്യാം, ബീച്ച് വാട്ടറോ കുടിച്ചിട്ട് സർവൈവ് ചെയ്യാം. നമ്മൾ കൂടെ വന്ന കുഞ്ഞാതും അവൻ വളബീസിനെ കണ്ടപ്പോൾ തൊട്ടും ഫീഡ് ചെയ്യാനോ, അതും ആ വളബീനെ ഫീഡ് ചെയ്യാനോ പിന്നെ നടക്കായിരുന്നു. ഈ പാർക്കാണ് എൻ്റെ ഫേവറേറ്റ് പാർക്ക് ഞാൻ പോയത്. ബിക്കോസ് നമ്മൾക്ക് ആനിമലിനെ ഫീഡ് ചെയ്യാൻ, കളിക്കാൻ പറ്റിയോ. അയ്യോ, നല്ല ക്യൂട്ടാണ്. ഇവിടെ ഇവനെ കാണാൻ റെഡ് നെക്ക് വാളബിയാണ്, ഒരു റേർ സ്പീഷീസ് ആണ്, പക്ഷെ നല്ല ക്യൂട്ടാണ്. അപ്പം നമ്മൾ അഡ്രസ്സിൽ ഒരു ടിക്കറ്റ് കിട്ടും, ലൈക്ക് ഒരു പാസ്പോർട്ട്. അപ്പോൾ ഈച്ച് സ്റ്റേഷൻ, ഒരു ആനിമലിനെ കാണാൻ പോകുമ്പോൾ ആ സ്റ്റാമ്പ് വയ്ക്കുക. ഈച്ച് ആനിമൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആനിമലിക്ക് പോകാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ ക്വാളേനാണ് കണ്ടത്. നമ്മൾക്ക് ക്വാളേന് ഓസ്ട്രേലിയ മാത്രമേ കാണാൻ പറ്റുക. പിന്നെ ആ ക്വാള 20 hours സ്ലീപ്പ് ചെയ്യും എ ഡേ. ഇപ്പോൾ 4 hours ആണ് അവേക്കാണ്. ചോദിക്കുമ്പോൾ അതേ വോണ്ട് ടു സ്ലീപ്പ്. വളരെ സെൻസിറ്റീവ് ആനിമലാണ്. അപ്പോൾ നല്ലതായിട്ട് നോയ്സ് അടിച്ച് നല്ല ഡിസ്റ്റർബൻസ് ആണ്. കോമൺലി വെള്ളം കുടിക്കില്ല. ഫ്രഷ് യൂക്കലിപ്റ്റസ് ലീവ്സ് ആണ് കഴിക്കാറ്. പിന്നെ വേറെ സാധനം പറയട്ടെ, koalas have 2 thumbs. ക്വാളേനെ കണ്ടു കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയൻ പെലിക്കൻസിനാണ് കാണാൻ പോയത്. അവർ മൈഗ്രേറ്റ് ചെയ്യാണ്, എയറിലും മൈഗ്രേറ്റ് ചെയ്യും, ലാൻഡിലും മൈഗ്രേറ്റ് ചെയ്യും. പെലിക്കൻസ് ആർ ദ weirdest, the longest bird of the world which has the longest beak. നെക്സ്റ്റ് നമ്മൾ അവളുടെ സെക്ഷനിലേക്ക് പോയി.
ഓസ്ട്രേലിയൻ ഗ്രാസ് ഔൾ. നമ്മൾക്ക് ഇവിടെ കുറേ വെറൈറ്റി ഔൾസിനെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കാണുന്ന റൗഫിൾ ഔളാണ്. ഇവന് ബാറ്റ്സും റാറ്റ്സിനെ ഒക്കെയാണ് കഴിക്കാൻ ഇഷ്ടമാണ്. നമ്മളിവിടെ നിറച്ച് കേജസ് ഉണ്ട്. പക്ഷെ പെട്ടെന്ന് നോക്കിയാൽ ഒന്നിനും കാണാൻ പറ്റില്ല. കാരണം അവിടെ നല്ല ഉള്ളിലാണ് പോയിട്ടിരിക്കുക. Barking owl is a sooty owl. അപ്പോൾ അവളുടെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പെൻഗ്വിൻ്റെ സെക്ഷനിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലതായിട്ട് സർപ്രൈസ് ചെയ്ത്. പെൻഗ്വിൻസോ? ഇവിടെ എന്താ പെൻഗ്വിൻ ചെയ്യണേ? അവർ ആർട്ടിക്കിളല്ലേ ലിവ് ചെയ്യണേ. പെൻഗ്വിൻസ് ഇവിടെ എന്താ ചെയ്യണേ? പിന്നെ ഞാൻ ബോർഡ് റീഡ് ചെയ്തപ്പോൾ പറഞ്ഞു വേൾഡ് സ്മോളസ്റ്റ് പെൻഗ്വിൻ, ഹീറ്റ് മാക്സിമം 20 ലിവ് ചെയ്യാം. അടിപൊളിയല്ലേ? ഞാനവിടെ കുറേ നേരം നിന്നു ക്യൂട്ട് ചെറിയ പെൻഗ്വിൻസിനെ കാണാനാണ്. എവറി പ്ലേസിൽ നമ്മൾ പോകുമ്പോൾ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. ഈ ബേർഡ് സദർൻ കസവാരി is vegetarian. That means it doesn't eat meat. Kookaburra. Australian king parrot. Cockatoo. Black neck stork. Masked lapwing. Royal spoonbill. Keen kestrel. Paralaga. Yellow-tailed black cockatoo. നെക്സ്റ്റ് നമ്മൾ ബുഷ് ടെയിൽ റോക്ക് വാളബീനാണ് കണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഫാം സെക്ഷനിലേക്കാണ് പോയത്. പിന്നെ അവിടെ നിറച്ച് ഗോട്ട്സും ഷീപ്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ നല്ല ഫണ്ണായിരുന്നു. ആദ്യം ഞാനും ലച്ചും നല്ല ഫണ്ണായിട്ടുണ്ടായിരുന്നു. ഗോട്ട്സ് ആയിരുന്നു ക്യൂട്ടസ്റ്റ്. അവിടെയുള്ള ആൻറ്റികളും അങ്കിളും എല്ലാവരും ആ ഗോട്ടിനെ പറ്റി നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ആഫ്റ്റർ വാക്കിംഗ് സോ ലോങ് നമ്മൾ ടയേർഡ് ആയതുകൊണ്ട് കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചു. ഫ്രണ്ട്സ്, നമ്മൾ നെക്സ്റ്റ് കണ്ട് ഈമ്യൂനാണ് കണ്ട്. അപ്പോൾ അത് ഓസ്ട്രേലിയയുടെ ടോളസ്റ്റ് ബേർഡാണ്. പിന്നെ മറ്റ് കസവാരി എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ കസവാരി, അതിൻ്റെ ഒരു കസിനാണ്, റിലേറ്റീവ്. എനിക്ക് ഈമ്യൂനെ ഫീഡ് ചെയ്യാൻ പറ്റി. അതായിരുന്നു ബെസ്റ്റ് പാർട്ട്. നല്ല മെസ്സി ഇട്ടതാണ് ഈമ്യൂ, ഐ ആം ടെല്ലിങ് യു.
നല്ല മെസ്സി ഇട്ടതാണ്. ഗൈസ് എനിക്ക് നല്ല ഹാപ്പിയാണ് ഇന്ന് ബർത്ത്ഡേനും സാധനങ്ങളൊക്കെ ഫീഡ് ചെയ്യുക, ഫ്രണ്ട്സ് ആവുക. It was the best memory of my life. Guys, kangaroos, this is the favorite moment of my life. Wow! ഞാൻ അത് നന്നായിട്ട് ഫോട്ടോ. നമ്മൾ അവൻ്റെ പുറകെ നടക്കായിരുന്നു ഫ്രണ്ട് ആവാനായിട്ട്. അത് കങ്കാറിന്റെ പിന്നെ നടക്കുന്നു ഫീഡ് ചെയ്യാന്. അത് കങ്കാരസിന് നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ കയറി നിന്നപ്പോ ഒരു കങ്കാരു ഒരു ഫാമിലി കയറിയിട്ട് അവിടെ ഒരു പേപ്പർ ഉണ്ടാകും, ആ പേപ്പർ കീറി തിന്നു. നെക്സ്റ്റ് നമ്മൾ റെപ്റ്റൈൽസിന്റെ സെക്ഷനിൽ പോയി. അവിടെ നിറയെ ഡിഫറെന്റ് റെപ്റ്റൈൽസ് ഉണ്ടായിരുന്നു. ഗൈസ് നമ്മൾ ലാസ്റ്റ് കണ്ടത് ഡിങ്കോസ് ആണ്. ഡിങ്കോസ് ലൈക്ക് ഒരു വൈൽഡ് സ്പീഷീസ് ഓഫ് ഡോഗ്. ഓസ്ട്രേലിയയിൽ കോമൺ ആണ്. ഡിങ്കോസ് were here for 3000 years in Australia. Wow, that's old. Golden sparrow என் நெஞ்சில arrow நீ அம்ம லைஃபில் ரொம்ப சாரோ. Yes, it's right. It's sparrows. അപ്പോൾ സ്പാരോസ് കണ്ടിട്ട് രാത്രിയായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോയി. I hope everyone had fun seeing this video. Wildlife Zoo have fun. So next video കാണാം. Bye.